ഇന്നത്തെ ലാസ്റ്റത്തെ ദിവസമാണ് ഈ സോഫയൊക്കെ ഇവിടെ കിടക്കുന്നത് തന്നെ. ഇത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലായിടത്തും റിമൂവ് ആക്കി കളയും. ഇപ്പോൾ പുതിയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയൊക്കെ ഇട്ടേക്കാം, പുതിയത് കൊണ്ടുവരുന്നതല്ലേ. അപ്പോൾ അതനുസരിച്ചൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ എല്ലാം ക്ലീൻ ആക്കി നല്ല വൃത്തിയായിട്ട് തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ബാത്റൂമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതും ശ്രദ്ധിക്കണം, ഇവിടെയും ശ്രദ്ധിക്കണം. മൊത്തത്തിൽ തളർന്നിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ഹാളും കൂടെ ഉണ്ട്, അവിടെ ചെന്ന് സാധനങ്ങളെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. പുതിയ സോഫയൊക്കെ സോഫ സെറ്റ് എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ട് അടുക്കി വെച്ച് കഴിഞ്ഞിട്ട് നേരെ വന്ന് ബാത്റൂം നോക്കിയപ്പോൾ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാത്റൂമിൻ്റെ ടാങ്ക് പോലത്തെ സംഭവമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നിൽക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ സോഫയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നോക്കിക്കൊണ്ടിരുന്നു കുറേ സമയമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം 2-3 മണിക്കൂർ കൊണ്ടൊക്കെ സാധനമൊക്കെ സെറ്റ് ചെയ്ത് അവർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അവർ ഈ പ്രാവശ്യം വാങ്ങിച്ചത്. പഴയതുപോലെയല്ല, പഴയത് ഇരിക്കാൻ വെച്ചാൽ കുറച്ച് താന്നെങ്കിൽ പോകുമെങ്കിലും ഇത് അതുപോലെയൊന്നുമല്ല, നല്ല കട്ടി ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഇരുന്നൊക്കെ നോക്കിയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് ഒന്നും പറയാൻ പറ്റണം, നല്ല കട്ടിയായിരുന്നു. ഇന്ന് പണി ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഫുഡ് ഇച്ചിരി കൂടുതൽ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പരിപ്പ് കറി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ ഒരു മുട്ടയും കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ടാണ് ഇന്ന് എന്തായാലും ദിവസങ്ങളെല്ലാം കടന്നൊക്കെ പോകുന്നത്. അത്രയ്ക്കും വിശപ്പൊന്നും ഇല്ലായിരുന്നു. രാവിലെ 6 മണിക്കൊക്കെ എണീറ്റത്. ഏകദേശം ഒരു 3 മണിക്കായപ്പോഴാണ് ഞാൻ ഫുഡ് തന്നെ കഴിക്കുന്നത്. ഇവനാണ് പുതിയ അതിഥി, നല്ല ഫ്രണ്ട്ലി ആണ്. ഞാൻ എന്തായാലും പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം. ബൈ ഗൈസ്.